വീണ ജോർജിനെ പാർട്ടിയിലെ സഖാക്കൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പത്തനംതിട്ടയിൽ അല്പസമയം മുമ്പ് കണ്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അത് കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പത്തനംതിട്ടയിലെ 2 പ്രമുഖ CPM നേതാക്കളാണ് വീണ ജോർജിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിലൊന്നിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ജോൺസൺ PJയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു MLA ആയി ഇരിക്കാൻ അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജോൺസൺ PJ. അതുപോലെ തന്നെ മറ്റൊരു നേതാവായ രാജീവ് പക്ഷേ ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അറിയാം. അത് ഈ ഇതിപ്പോൾ ജോൺസന്റെയാണ്, പിന്നെ രാജീവിന്റെയും, ഈ 2 പേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമാണ്. അത് വീണ ജോർജിനെതിരെയാണ്. അതായത് പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കൾക്ക് പോലും എതിർപ്പുണ്ട് വീണ ജോർജ് ഈ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത്. അവർക്ക് ജനങ്ങളോട് പറഞ്ഞു നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അറിയാനായിട്ടുള്ളത് അത് കൃത്യവുമാണ്, ഈ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകും പാർട്ടിയിൽ നിന്ന്. അവരെ അച്ചടക്കത്തിന്റെ വാൾ കാണിക്കാൻ പോവുകയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, പാർട്ടി വീണ ജോർജിനൊപ്പമാണ്. അതായത് കേരളം വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ പാർട്ടി വീണ ജോർജിനൊപ്പമാണ്. ശ്രീജിത് പണിക്കർ. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഇത് ശ്രീ VN വാസവന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, മറ്റു പല മന്ത്രിമാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ വീണ ജോർജിനെ ന്യായീകരിക്കുന്നതിനും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ ഇതേ തരത്തിലുള്ള വാദങ്ങളാണ് ആവർത്തിക്കുന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായിട്ട് തന്നെ നിറവേറ്റുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് എന്ന് ആ പോസ്റ്റിൽ 2 തവണയാണ് പറയുന്നത്. ഒരു തവണ പറഞ്ഞാൽ അതുകൊണ്ട് ആൾക്കാർ വീണ്ടും സംശയിക്കുമോ എന്ന് കരുതിയിട്ടാണോ അദ്ദേഹം രണ്ടാമത് വീണ്ടും അത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 തവണയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് മുഴുവനും UDFന്റെ ഒരു ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ്, ഈ പ്രതിഷേധത്തിന്റെ പിന്നിൽ. അതായത് UDF ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ആരോഗ്യരംഗം എത്രത്തോളം കുത്തഴിഞ്ഞതായിരുന്നോ അതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ടുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മാതൃകയായിട്ട് നമ്മുടെ ആരോഗ്യരംഗം മാറിയിട്ടുണ്ട് എന്നും അതിൽ UDFന് എന്തോ കണ്ണുകടി ഉണ്ട് എന്ന രീതിയിലും ഇനി തിരിച്ച് അധികാരം പിടിച്ച് വീണ്ടും കട്ടുമുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം UDF ഇവിടെ നോക്കുകയാണ്, അതിനുവേണ്ടി മന്ത്രി വീണ ജോർജിനെ കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ് എന്നുമൊക്കെയാണ് ശ്രീ റിയാസ് ഇതിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരു സഹോദരിയുടെ ദാരുണ അന്ത്യമുണ്ടായപ്പോൾ അതിനെ തുടർന്ന് കേവലം രാഷ്ട്രീയമാണ് പറയാനായിട്ട് ശ്രീ മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നത്. അവിടെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അധികൃതർ നോക്കിക്കോളും എന്ന് ഒരൊറ്റ വരിയിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിനെ അദ്ദേഹം പരിമിതപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ്? ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക്, മന്ത്രിസഭയിലുള്ള ആൾക്കാർക്ക് ഒരു മന്ത്രിയെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമാണോ അവരുടെ ഉത്തരവാദിത്തം? അപ്പോൾ കേരളം ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യരംഗത്തെ 1ാം സംസ്ഥാനമാണ് എന്നും ലോകോത്തരമായിട്ടുള്ള മാതൃകയാണ് നമ്മുടേത് എന്നുമൊക്കെ പറയുമ്പോൾ ആ ലോകോത്തരമായിട്ടുള്ള മാതൃകയിൽ ഒരു കെട്ടിടം അതിന് ബലക്ഷയമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷവും അതിൽ വാർഡുകൾ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിച്ചു വന്നാൽ അത് ആരോഗ്യരംഗത്തെ മികച്ച മാതൃകയാണോ എന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ് മുഹമ്മദ് റിയാസിനോട് നമ്മൾ ചോദിക്കേണ്ടത്. അദ്ദേഹം അതിന് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രേരിതമായി അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തട്ടുകിട്ടാതിരിക്കുന്നതിനുള്ള മാർഗം നോക്കുകയും ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു രാജി എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുകയുമാണ്. കാരണം ഈ ഒരു സമയത്ത് രാജിവെച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് ഇറീക്കവറബിൾ ആയിട്ടുള്ള ഒരു ലോസ് ആണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ കാലത്ത് ഇവിടെ മരുന്നുകൾ ഉണ്ടായിരുന്നില്ല, ഡോക്ടർമാരുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നതിനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അല്പം നിമിഷം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ശ്രദ്ധേയമാകുന്നത്. CNDG കണക്കനുസരിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഇവിടെ വളരെ കൂടുതലായിട്ട് സോഴ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സർക്കാർ ആശുപത്രികൾ വഴി അത് വ്യാപകമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് CNDG ഫൈൻഡിംഗ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫൈൻഡിംഗ് ഉണ്ട് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഏതാണ്ട് 1 മണിക്കൂറോ മറ്റോ മുമ്പാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരൊറ്റ പോസ്റ്റ് ശ്രീ മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ഒറ്റയടിക്ക് റദ്ദ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വേണ്ടുന്ന മരുന്നുകളും മറ്റ് സജ്ജീകരണങ്ങളും പണ്ടുണ്ടായിരുന്നില്ല എന്നാണ് ശ്രീ റിയാസ് പറയുന്നത്. ഇപ്പോൾ അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സജ്ജീകരണം എന്ന് പറയുമ്പോൾ മറ്റ് എക്യുപ്മെന്റുകളും മറ്റ് ഫെസിലിറ്റികളും ഒക്കെ ആയിരിക്കുമല്ലോ. ഈ അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ സർക്കാരിനെതിരെ സംസാരിക്കുമായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ശ്രീ ഹാരിസ് ചിറക്കൽ പറഞ്ഞതും കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്നതുമായിട്ടുള്ള ഈ 2 സംഭവങ്ങളെ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, ഒന്ന്, നേരത്തെ തന്നെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിരിക്കുന്ന, ബലക്ഷയമുണ്ട് എന്നറിയുന്ന ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ വീണ്ടും നിരവധി രോഗികൾ, സർജറി കാത്തിരിക്കുന്നവർ, സർജറി കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കും മറ്റുള്ളവർക്ക് കൂട്ടിരിപ്പുകാർക്കുൾപ്പെടെ
ഉപയോഗിക്കുന്നതിനുള്ള ടോയ്ലറ്റ് സൗകര്യവും ഒരു പൊളിഞ്ഞ കെട്ടിടത്തിൽ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാവുന്ന ഒരു കെട്ടിടത്തിൽ നൽകുന്നു. അത് ആരോഗ്യ വകുപ്പിന് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായതിനു ശേഷവും. രണ്ട്, ശ്രീ ഹാരിസ് ചിറക്കൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഒരു 2-2.5 മാസം മുൻപ് ഒരു സർജറിക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ് സോഴ്സ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് അവിടെ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊടുത്തതിന് ശേഷവും അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ഫങ്ഷണൽ അല്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രവണത ഇവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് 1 വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ മന്ത്രിയുടെ കെടുകാര്യസ്ഥത വ്യക്തമാണ്. മന്ത്രി ഇവിടെ പറയുന്നത് എന്താണ്? സിസ്റ്റമാണ് ഈ പ്രശ്നമെന്നാണ്. ഞാൻ പറഞ്ഞ ആ സിസ്റ്റത്തിൽ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ ജോർജ്. മറ്റ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റു ആൾക്കാർ ആരൊക്കെയാണ്? ആരോഗ്യ വകുപ്പിൽ ഒന്നാമത് മന്ത്രി വീണ ജോർജ് ആണെങ്കിൽ അതിൽ രണ്ടാമത്തെ ആളെ പറ്റി ആരും പരാമർശിക്കുന്നില്ല. അത് ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്, ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തുള്ള ആളാണ്, ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്ന സെക്രട്ടറിയാണ് രാജൻ ഖോബ്രഗഡെ. ഈ ഖോബ്രഗഡെ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ്? സർജറി കഴിഞ്ഞതിന് ശേഷം ICUവിൽ വിശ്രമിക്കുന്ന ഒരു സ്ത്രീ അവിടെ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവർക്ക് പോലും കൃത്യമായിട്ടുള്ള നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ഇതിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ബ്യൂറോക്രസിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന ജനപ്രതിനിധികളാണെങ്കിലും ഒന്നും കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത് വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത് എന്താണ് ഇവിടുത്തെ ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നം? ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നോ? ഏതെങ്കിലും വാർഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ചറിയേണ്ടതിന് പകരം കേൾക്കുന്ന കാര്യം അതേപോലെ റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ മന്ത്രി വീണ ജോർജ്. അത് മാത്രമല്ല, അതിനുശേഷം അവിടെ ഇതേ വാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ ആ വാർഡിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അതായത് മാധ്യമങ്ങൾ വന്നപ്പോൾ ക്യാമറയിൽ എങ്ങാനും പതിഞ്ഞാലോ എന്ന് പേടിച്ച് അവരെ കൂട്ടത്തോടെ മറ്റൊരു വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് ചില ഫോട്ടോകൾ പോലും വന്നിട്ടുണ്ട്. ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ പൊടികളൊക്കെ ആ കട്ടിലിൽ, ആ ബെഡിലുള്ള കാഴ്ച പോലും കാണുന്നുണ്ട്. അതായത് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രോഗികളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഡോക്ടർമാർ തന്നെ സംബന്ധിച്ച കാര്യമാണ് ഇക്കാര്യം. മഞ്ജുഷ്, ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇവർ പറഞ്ഞിരിക്കുന്ന നുണകളുടെ ആ സീരീസ് ആലോചിച്ച് നോക്കൂ. ഒന്നാമത് ഇവർ പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അവിടെ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്താണ് കുറ്റം എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ട് ശ്രീ VN വാസവൻ പറഞ്ഞത് പ്രവർത്തിക്കാത്ത കെട്ടിടത്തിൽ ആൾക്കാർ കടന്നു കയറിയതാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ കയറി അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കുറ്റമാണ്, ഞങ്ങളുടെ കുറ്റമല്ല എന്ന്. അതിനുശേഷം രണ്ടാമത് പറഞ്ഞിരുന്നത് എന്താണ്? അവിടെയുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെന്ന്. ആ സമയത്ത് ഇന്നലെ ന്യൂസ് 18 തന്നെ വാർത്താ സംഘം അവിടെയുള്ള ഒരു ഡോക്ടറോട് ചോദിക്കുന്ന സമയത്ത് ആ ഡോക്ടർ യാതൊരു മറയും കൂടാതെ പറയുന്നുണ്ട് അവിടെയുള്ള വാർഡുകൾ ഫംഗ്ഷനിങ് ആണ്, എല്ലാ വാർഡുകളും ഫുള്ളാണ് എന്ന്. എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിരിക്കുന്ന, സർജറിക്ക് കാത്തിരിക്കുന്ന ആൾക്കാരും അവരുടെ കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ അവിടെ വാർഡുകളിൽ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വാർഡുകളുള്ള ഭാഗം പൊളിഞ്ഞു വീഴാതിരുന്നത്. മറ്റൊരു ഭാഗം പൊളിഞ്ഞു വീണത് കൊണ്ടാണ് അതിന്റെ കാഷ്വാലിറ്റി കുറഞ്ഞിരുന്നത്. ഒരാളാണ് അതിന്റെ ഫേറ്റലായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഈ മറ്റുള്ള ആൾക്കാരെ എല്ലാം തിടുക്കപ്പെട്ട് മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും അതിന് കഴിയാത്ത കുറെ ആൾക്കാരെ വരാന്തകളിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും ഇനിയും കഴിയാത്ത കുറെ ആൾക്കാരെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നതിനും അവർ ശ്രമിച്ചില്ലേ? അപ്പൊ ഇതിൽ ഈ കെട്ടിടം ഫംഗ്ഷനിങ് അല്ല എന്ന് നുണ പറഞ്ഞതാരാണ്? അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഞാൻ പറഞ്ഞ മെഡിക്കൽ സൂപ്രണ്ടിനെതിരെ എന്ത് നടപടിയാണ്? സസ്പെൻഷൻ അല്ല, സത്യം പറഞ്ഞാൽ അയാൾ സർവീസിൽ തുടരാനായിട്ട് യോഗ്യനല്ല. കാരണം അവിടെ ഇത് ഫംഗ്ഷനിങ് ആണ് എന്ന് മൂക്കിന് കീഴിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്, ജനപ്രതിനിധികളുടെ മുന്നിൽ വെച്ചിട്ട് കള്ളം പറയുകയാണ്. അങ്ങനെ ഒരു ഡോക്ടർ, ഇത്ര സീനിയോറിറ്റി ഉള്ള ഒരു ഡോക്ടർ ഇത് ഫംഗ്ഷനിങ് അല്ല, അതിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ അറിയാമായിരുന്നു എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത്? ഈ കെട്ടിടത്തിന് ഡോക്ടർ ജയകുമാർ എന്നയാൾ പ്രഗത്ഭനാണ്, അദ്ദേഹം ജനകീയനായ ഡോക്ടറാണ്, അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല, അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെ കുറിച്ച് ഒന്നും. ഇവിടെ പക്ഷെ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി, അതായത് മന്ത്രി ഇതെല്ലാം ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെക്കുന്നു, ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്നു, മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വരുന്നു, സൂപ്രണ്ട് ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ്. ആ സൂപ്രണ്ട് അവിടെ പറയുന്ന ആലോചിച്ച് നോക്കൂ. ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കൺഫേംഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ റീപ്ലേസ്മെന്റ് എന്ന നിലയ്ക്കാണ് പുതുതായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ പണി കഴിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ട് എന്നറിഞ്ഞിട്ടും അവിടെ വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളുന്നതിന് ഈ കെട്ടിടം ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. എന്ന് വെച്ചാൽ ബലക്ഷയം എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഒരൊറ്റ റിസ്ക് മാത്രമേ ഉള്ളൂ, ഈ കെട്ടിടം താഴേക്ക് നിലം പൊത്തും എന്നുള്ളതാണ്. ആ റിസ്ക് എടുത്തുകൊണ്ട് അവിടെ ഇത്രയും കാലമായിട്ട്, വർഷങ്ങളായിട്ട് വാർഡ് പ്രവർത്തിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? അവിടെയുള്ള തിരക്കിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല എന്നാണോ? ഞാൻ പറഞ്ഞ ഈ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണോ?
മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല എന്നാണോ? നമ്മൾ ഈ പറയുമല്ലോ, ഈ ഒരു ഇല അനങ്ങിയാൽ പോലും കോട്ടയം മെഡിക്കൽ കോളേജിലോ കോട്ടയത്തോ ആണെങ്കിൽ ശ്രീ വി എൻ വാസവൻ അറിയുമെന്ന് പറയുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ? ഇവിടെ ചെയ്തത് എന്താണ്? ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ ഇവിടെ വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടി, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കസർത്ത് കാണിച്ചിട്ടങ്ങ് പോകാം എന്നാണ് ഇവരെല്ലാം കരുതിയത്. അത് പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് പിന്നീട് മറ്റു തരത്തിലുള്ള ന്യായീകരണവുമായിട്ട് വരുന്നത്. മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അവിടെയുള്ള ആൾക്കാരോട് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ചോദിച്ചതല്ലേ കാര്യങ്ങൾ? ഒരു കൂടിക്കാഴ്ച പ്രത്യേകം നടന്നിട്ടില്ലല്ലോ. എന്നിട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതേപോലെ തന്നെ പറയുകയായിരുന്നില്ലേ എന്ന്. എങ്കിൽ പിന്നെ ഇവിടെ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അവിടെ എന്തിനാണ് രണ്ടാമതൊരു കെട്ടിടം വന്നിരിക്കുന്നത്? ആ കെട്ടിടം വന്നിരിക്കുന്നത് ഈ കെട്ടിടത്തിന് ബലക്ഷയമുള്ളത് കൊണ്ടാണ്. അത് പൂർത്തീകരിച്ചാൽ അടുത്ത മാസത്തേക്ക് അത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് എന്തുകൊണ്ട് പൊളിച്ചു കളഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യമില്ലേ? മന്ത്രി ചോദിച്ചില്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെങ്കിലും ചോദിക്കണ്ടേ? ഇത് കേവലം ഏതെങ്കിലും ഒരു ക്ലിനിക്കിന്റെ കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 100,000 എണ്ണം ഇവിടെ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടമാണ്. അപ്പോൾ അവിടെ വരുന്ന ചികിത്സ തേടുന്ന ആൾക്കാരുടെ, രോഗികളുടെ, കൂട്ടിരിപ്പുകാരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ബലക്ഷയമുള്ള ഒരു കെട്ടിടത്തിൽ ഈ വാർഡുകളെല്ലാം തന്നെ പ്രവർത്തിച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ മന്ത്രിമാർ നുണ പറയുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാർ, ഇവരെന്തിന്റെ പേരിലാണ്, എന്ത് മുഖം വെച്ചിട്ടാണ് ഇനി ജനങ്ങളെ നോക്കുന്നത്? അപ്പൊ ഇന്ന് എന്തുകൊണ്ടാണ് അവിടെ ശവസംസ്കാര ചടങ്ങിൽ മന്ത്രിമാരാരും പങ്കെടുക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് ഈ സർക്കാരിന്റെ രണ്ടാം ഓഖി മോമെന്റ് ആകുമെന്ന് തോന്നിയിട്ടാണ്. അവിടെയുള്ള ജനരോഷത്തിനെ പേടിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ പോയതിനു ശേഷം, സാഹചര്യം ഒന്ന് തണുത്തതിന് ശേഷം പിന്നീട് പോകാമെന്ന് ഒരു മന്ത്രി തീരുമാനിച്ചത്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാന